തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ ഒരുങ്ങി കത്തോലിക്ക കോൺഗ്രസ്. തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനും സംഘടനയ്ക്ക് നീക്കമുണ്ട്. ഇതിന്റെ മുന്നോടിയായി കാർഷിക വിഷയങ്ങൾ ഉയർത്തി അടുത്ത മാസം അവകാശ സംരക്ഷണ യാത്ര നടത്തും. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുകയാണ്. ടോബി, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. ഗുഡ് മോർണിംഗ് എസ്കെൻ. എന്തായാലും കത്തോലിക്ക കോൺഗ്രസും അവരുടെ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ തന്നെയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പുകളിൽ അവർ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിന് മുന്നോടിയായിട്ട് നീതി ഒരു ഔദാര്യമല്ല, അവകാശമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേരള യാത്ര നടത്താൻ വേണ്ടിയും തീരുമാനിച്ചിരിക്കുകയാണ്. 13-ാം തീയതി കാസർഗോഡ് നിന്നും ആരംഭിക്കുന്ന യാത്ര തിരുവനന്തപുരത്ത് 24-ാം തീയതി അവസാനിക്കും. അന്നൊരു രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപനം കൂടി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് നിലവിലെ പ്രശ്നങ്ങൾ, പ്രധാനമായും വന്യജീവി വിഷയം, അതുപോലെ തന്നെ കർഷകരുടെ പ്രശ്നങ്ങൾ, ഇതെല്ലാം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഈ ഒരു യാത്ര നടത്തുന്നത്. ഈ വിഷയങ്ങളിൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാടിൽ വലിയ അതൃപ്തി കത്തോലിക്ക കോൺഗ്രസിനുമുണ്ട്. നേരത്തെ തന്നെ KCBCയും സഭയും എല്ലാം തന്നെ ഈ നിലപാട് പറഞ്ഞിരുന്നതാണ്. അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് കൂടി നിലപാട് സ്വീകരിക്കുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികളെ വേണ്ടി വന്നാൽ നിർത്താൻ പോലും ഇവർ തയ്യാറാകുന്നു എന്നുള്ളൊരു സൂചന കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. നിലവിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ നിലപാടുകളെ പിന്തുണയ്ക്കുന്നവർക്ക് പിന്തുണ നൽകുക, അതോടൊപ്പം തന്നെ വേണ്ടി വന്നാൽ മത്സരിക്കാൻ പോലും തയ്യാറാകുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. KCYM അടക്കം കഴിഞ്ഞ ദിവസം അവരുടെ നിലപാടും പ്രഖ്യാപിച്ചിരുന്നു. എന്തായാലും ഈ സമാനമായ ഈ സഭയുമായി അടുത്ത് നിൽക്കുന്ന വിഭാഗങ്ങളെല്ലാം തന്നെ, സംഘടനകളെല്ലാം തന്നെ ഇത്തരത്തിൽ രംഗത്ത് വരുന്നത് അത് വലിയൊരു തിരിച്ചടി സർക്കാരിനടക്കം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് അവർ വിലയിരുത്തുന്നത്. എന്തായാലും ഈ വിഷയത്തിലൊക്കെ വരും ദിവസങ്ങളിൽ എന്ത് നിലപാട് സർക്കാരും അതുപോലെ തന്നെ CPM മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ സ്വീകരിക്കുമെന്നും നമ്മൾ ഉറ്റുനോക്കുന്നു. എന്തായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്ന പശ്ചാത്തലത്തിലാണ് അവർ അവരുടെ രാഷ്ട്രീയ നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ടോബി ജോൺസൺ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.